അൽഹംദുലില്ലാഹ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ സൂറത്തുൽ ഇസ്രായില് 90 മുതൽ 97 വരെയുള്ള 8 ആയത്തുകളാണ് ഇന്ന് നമ്മൾ ഓതിയത്. അള്ളാഹു ഖുർആനിൻ്റെ ആയങ്ങളിലേക്ക് ഇറങ്ങി പഠിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. അവൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് മാത്രമാണ് ഖുർആനിൻ്റെ അറിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയുള്ളൂ. ഓരോ തവണയും ജീവിതത്തിൻ്റെ ഓരോ പ്രായത്തിലും പഠിക്കാൻ ശ്രമിക്കും തോറും പുതിയ പുതിയ പല കാര്യവും ഖുർആനിൻ്റെ നമ്മുടെ മുമ്പിൽ തുറന്നു വരും. അത് മനസ്സിലാകുമ്പോഴാണ് അതിൻ്റെ കൗതുകവും അതിൻ്റെ അത്ഭുതം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ചിലപ്പോൾ ചെറിയ പ്രായത്തിൽ പല ആയത്തുകളും പല സൂറത്തുകളും ഒന്നും അർത്ഥമറിയാതെ നമ്മളിങ്ങനെ കുറേ ഓതി. ഓരോ പ്രായത്തിൽ നമ്മൾ കുറച്ചായി പഠിച്ചു വരുന്നു. ഓരോന്നോരോന്നായി പഠിക്കുകയും അറിയുകയും ചെയ്യുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, ഇത്രയും വലിയ ആശയങ്ങളൊക്കെ ഇതിലുണ്ടായിരുന്നല്ലോ എന്ന് പിന്നീട് നമ്മൾ ആലോചിക്കുകയാണ്, ചിന്തിക്കുകയാണ്. സമാനമായ ഒരു അനുഭവം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഉണ്ടായി. ഓരോ ഘട്ടത്തിലും പല സമയത്താണല്ലോ ഖുർആനിന്റെ പല അർത്ഥവും നമുക്ക് മനസ്സിലാകുക. അപ്പൊ അതില് വളരെ രസകരമായി തോന്നിയൊരു കാര്യം, ഖുർആൻ പഠനം എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഇക്കാര്യം പറയുന്നത്. നമ്മളെല്ലാം സ്ഥിരമായി ഓടുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ അലഖ്. ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ് എന്നുള്ള സൂറത്തുൽ അലഖ്. ആ സൂറത്തുൽ അലഖ് ഓതി ഏറ്റവും അവസാനം നിങ്ങളൊക്കെ കേട്ട സൂറത്തായിരിക്കും, സ്ഥിരമായി നമ്മൾ ഓതുന്ന ആയത്താണ്. അതില് ഒരു ആയത്തുണ്ട്, നാസിയത്തിൻ കാദിബത്തിൻ ഖാത്തിയ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അലഖിന്റെ ആരംഭത്തിൽ അള്ളാഹു ഖുർആനെ അവതരിപ്പിച്ചതിനെ പറ്റിയൊക്കെയാണ് പറഞ്ഞത്. സൂറത്തുൽ അലഖിന്റെ അവസാന ഭാഗത്ത് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹറമിൽ വെച്ച് നമസ്കരിക്കുന്ന സമയത്ത് നബിതങ്ങൾ ഉപദ്രവിക്കുന്ന മക്കയിൽ അബൂജഹൽ അടക്കമുള്ള ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവർ ആ പണി നിർത്തിയിട്ടില്ലെങ്കിൽ അവർക്കെതിരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ സ്വീകരിക്കും എന്ന് പറയുന്ന വിഷയങ്ങളൊക്കെയാണ് സൂറത്തുൽ അലഖിന്റെ അവസാന ഭാഗം. നമ്മളൊക്കെ അർത്ഥം പഠിച്ച ഭാഗമാണ് അല്ലേ? അറഅയ്ത ഇൻ കദ്ദബ വതവല്ല അലം യഅലം ബിഅന്ന അല്ലാഹ യറാ കല്ലാ ലഇൻ ലം യൻതഹി ലനസ്ഫഅൻ ബിന്നാസിയ. അബൂജഹൽ അടക്കമുള്ള ആളുകൾ നബിതങ്ങൾ ഉപദ്രവിക്കുന്ന ആ പണി അവർ നിർത്തിയിട്ടില്ലെങ്കിൽ അവരുടെ നാസിയത്തിനെ ഞാൻ പിടിക്കും. നാസിയത്തിൽ കാദിബത്തിൽ ഖാത്തിയ, പാപം ചെയ്യുന്ന കള്ളം പറയുന്നതായ നാസിയത്ത്. എന്താ നാസിയത്ത് പറഞ്ഞാൽ? ഇപ്പൊ നമ്മുടെ തലയുടെ ഈ ഭാഗത്തിനാണ് നാസിയത്ത് എന്ന് പറയാം. മലയാളത്തിൽ അതിന് മൂർധാവ് എന്ന് പറയും. മൂർധാവ് ഈ ഭാഗത്ത്. അപ്പൊ ഈ ഭാഗത്ത് പിടിക്കുമെന്ന് പറയുന്നത്, ഈ ഭാഗത്തിലെ മുടിയെ പിടിക്കും. എങ്ങനെയുള്ള ഈ മൂർധാവാണ്? കള്ളം പറയുന്ന പാപം ചെയ്യുന്നതായ മൂർധാവ്. തുടർന്ന് പറയും അവൻ അവന്റെ കൂട്ടക്കാരെയൊക്കെ കൂട്ടിയിട്ട് വരട്ടെ. സബാനിയ, നരകത്തിന്റെ മലക്കുകളായ സബാനിയത്തിന്റെ മലക്കുകളായിട്ട് വരാം. നമുക്ക് നോക്കാം. ഈ ആയത്ത് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയം തോന്നിയത്? എന്താ സംശയം തോന്നി? അതെ, അബൂജഹലാണ് ഇതിലെ പ്രധാന കഥാപാത്രം. അവന്റെ കുടുംബ പിടിക്കും. അവൻ മലയാളത്തിൽ നമ്മള് പണ്ട് കുറെ ക്ലാസ്സിലൊക്കെ കുടുംബ പിടിക്കുന്നതാണ്. കുടുംബ വെച്ചാൽ ഇവിടെ ഉള്ള മുടിക്കാണല്ലോ കുടുംബ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന കാര്യം, വളരെ ചെറുപ്പം മുതൽ എനിക്ക് മനസ്സിലാത്തൊരായത്തായിരുന്നു. കള്ളം പറയുന്ന, പാപം ചെയ്യുന്ന കുടുംബം. കള്ളം നാവുകൊണ്ടല്ല നമ്മൾ കള്ളം പറയുക. നമ്മൾ പാപങ്ങൾ ചെയ്യുക, കൈകൊണ്ട് നമ്മൾ പാപം ചെയ്യും, അടിക്കും. നാവുകൾ കൊണ്ട് നമ്മൾ പാപം ചെയ്യും. ഗുഹ്യഭാഗങ്ങൾ കൊണ്ട് മനുഷ്യന്മാർ പാപം ചെയ്യാറുണ്ട്. ശരീരത്തിന്റെ മറ്റവയവങ്ങൾ കൊണ്ടൊക്കെ പാപം ചെയ്യും. എന്താണ് ഈ മൂർധാവ് അല്ലെ കുടുംബം കൊണ്ട് എങ്ങനെയാണ് മനുഷ്യൻ പാപം ചെയ്യുക? അവ അബൂജഹൽ പാപം ചെയ്യുന്ന അവൻ കള്ളം പറയുന്നതായ അവന്റെ കുടുംബമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അത് നമ്മൾ ഖുർആൻ പഠിക്കും തോറാണ് ഖുർആനിന്റെ ആശയം എത്ര വലുതാണ്.
ഇത് അള്ളാഹുവിന്റെ കലാമാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. ഈ അടുത്ത് ഈ ആയത്ത് വീണ്ടും എടുത്ത് പഠിച്ച സമയത്ത് ഈ റമദാനില് ഉണ്ടായ വളരെ രസകരമായ സംഭവം, മനുഷ്യന്റെ തലയില് 4 പോർഷനാണുള്ളത്, 4 ഭാഗമുള്ളത് മനുഷ്യന്റെ തലയോട്ട്. അതിലെ ഏറ്റവും ബാക്കിലുള്ള ഭാഗത്തിലാണ് ഒക്യുപേറ്റൽ ലോബ് എന്ന് പറയുക. ഈ പോർഷൻ നമ്മുടെ കാഴ്ചയൊക്കെ നിയന്ത്രിക്കുന്നത് ഈ ഭാഗമാണ്. നമ്മുടെ കണ്ണും കാണുന്നത് കണ്ടത് മനസ്സിലാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ. മറ്റൊന്ന് ടെമ്പറൽ ലോബ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പിറകു ഭാഗത്തല്ല, അത് അടിഭാഗത്താണുള്ളത്. നമ്മളെ കേൾവി, നമ്മുടെ ഓർമ്മശക്തി, നമ്മളെ ഭാഷകൾ മനസ്സിലാക്കുന്നതൊക്കെ ഇത് ഉപയോഗിച്ചിട്ടാണ്. അടുത്ത ഭാഗം നമ്മുടെ ഏറ്റവും ടോപ്പ് പോർഷനാണ് ഈ ഭാഗം, പാരിറ്റൽ ലോബ് എന്നാണ് അതിന് പറയുക. നമ്മുടെ ശരീരത്തിലെ ചൂട്, നമ്മൾ ഒരാളെ തൊടുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന വികാരങ്ങൾ, സ്നേഹത്തോട് തൊടുന്ന, ഭാര്യയെ തൊടുന്ന സമയത്തൊക്കെ നമുക്ക് വികാരങ്ങളൊക്കെ അനുഭവപ്പെടുന്നത് നമ്മുടെ തലയോട്ടിയുടെ മുകൾ ഭാഗത്താണ്. സ്നേഹത്തോടു കൂടി ആരെങ്കിലും തടവിയാലും നമുക്ക് അത് അനുഭവപ്പെടുക ഇവിടെയാണ്. വേദന അനുഭവപ്പെടുക എവിടെയാണ്? കൈയോ കാലോ മുറിഞ്ഞാൽ വേദന അനുഭവപ്പെടുക തലയോട്ടിയുടെ തലച്ചോറിന്റെ ഈ പോർഷനിലാണ്. നമ്മുടെ ബോഡിയുടെ സെൻസേഷൻ എല്ലാം, ഒരു മരത്തിൽ തൊടുന്ന സമയത്ത് ഇത് മരമാണ് തോന്നുകയും, ഒരു തുണിയിൽ തൊടുന്ന സമയത്ത് തുണിയാൻ തോന്നുകയും ചെയ്യുന്ന സെൻസേഷനൊക്കെ ബന്ധപ്പെട്ടെടുക്കുന്നത് നമ്മുടെ തലയുടെ മുകൾ ഭാഗത്താണ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ തലയോട്ടിയുടെ ഫ്രണ്ട് ഭാഗമുണ്ട്, അതിന് ഫ്രണ്ടൽ ലോബ് എന്നാണ് പറയുക. ആ ഭാഗം എന്തിനാ ഉപയോഗിക്കുന്നത്? ആ ഭാഗത്തുള്ള മനുഷ്യന്റെ തലച്ചോറാണ് മനുഷ്യന്റെ ചിന്തയെ നിയന്ത്രിക്കുന്നത്, മനുഷ്യന്റെ ഡിസിഷൻ മേക്കിങ്ങിനെ തീരുമാനിക്കുന്നത്. നന്മ ചെയ്യണോ തിന്മ ചെയ്യണോ എന്ന് മനുഷ്യൻ തീരുമാനിക്കാൻ ഉപയോഗിക്കുന്നത് മനുഷ്യന്റെ ഈ തലയോട്ടിയിലെ ഈ മൂർധാവിലെ ഈ കുടുമയുടെ പോഷനാണ്. സത്യം പറയണോ കള്ളം പറയണോ എന്ന് പറയാൻ മനുഷ്യൻ ഉപയോഗിക്കുന്നത് ഈ ഭാഗമാണ്. സത്യം പറയാൻ എളുപ്പമാണ്. ശാസ്ത്രം പറയുന്നത് മനുഷ്യന് സത്യം പറയുന്ന സമയത്ത് മനുഷ്യന്റെ ബ്രെയിൻ എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ടോ അതിനേക്കാൾ ഒരുപാട് ഇരട്ടി വർക്ക് ചെയ്യേണ്ട ഒരു കള്ളം പറയുന്ന സമയത്ത്. അപ്പൊ ഞാൻ കണ്ണൂർ പോയി വരികയാണ്, നിങ്ങൾ ചോദിച്ചു അവിടെ നിന്ന് വരുന്നത്, ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നത്, സത്യം പറഞ്ഞ സിമ്പിളാണ്. അതേ സമയത്ത് ഞാൻ കള്ളമാണ് പറയുന്നതെങ്കിൽ, ഞാൻ ഇപ്പൊ ദുബായിൽ നിന്നാണ് വരുന്നത് എന്ന് ഞാൻ കള്ളമാണ് പറയുന്നതെങ്കിൽ എൻ്റെ ബ്രെയിൻ കൂടുതൽ വർക്ക് ചെയ്യണം. കാരണം സത്യം എന്താണോ അത് ഞാൻ മറച്ചു വെക്കണം. എൻ്റെ കണ്ണിന്റെ എക്സ്പ്രഷൻ അതിനനുസരിച്ച് ഞാൻ മാറ്റണം. എൻ്റെ മുഖത്തിന്റെ എക്സ്പ്രഷൻ ഞാൻ അതിനനുസരിച്ച് മാറ്റണം. ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ഞാൻ മനസ്സോട് ചിന്തിക്കണം, തലച്ചോറോട് ഇതൊക്കെ ചിന്തിക്കണം. അപ്പൊ സത്യം പറയുന്ന സമയത്ത് എത്രത്തോളം നമ്മൾ ബ്രെയിനിലെ ന്യൂറോണുകൾ വർക്ക് ചെയ്യുന്നുണ്ടോ അതിനേക്കാൾ കൂടുതൽ നമ്മൾ കള്ളം പറയുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിലെ ന്യൂറോണുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ന്യൂറോണുകളൊക്കെ ഉള്ളത് കള്ളം പറയാൻ വേണ്ടിയും ചിന്തിക്കാൻ വേണ്ടിയും പാപം ചെയ്യാൻ വേണ്ടിയും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ തലയോട്ടിയുടെ ഫ്രണ്ട് ഭാഗത്തുള്ള ഫ്രണ്ടൽ ലോബാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ കള്ളം പറയാൻ വേണ്ടി, അവൻ പാപം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അവന്റെ തലയോട്ടിയുടെ മുൻഭാഗത്തുള്ള ഫ്രണ്ടൽ ലോബായ നാസിയത്ത് എന്നുള്ള പദം പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. ഒരു ഉദാഹരണം പറഞ്ഞത് ഇങ്ങനെ നമ്മൾ ആയുഷ്കാലം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഖുർആനിലെ ഓരോരോ വാതിലുകളും ഖുർആനിലെ ഓരോ പുതിയ പുതിയ കാര്യങ്ങളും നമുക്ക് മനസ്സിലാകും. ഇപ്പൊ നമ്മളൊക്കെ അനുഭവപ്പെടുന്ന കാര്യമില്ലേ, ചില ആയത്തും അർത്ഥവും ചില ഖുർആൻ ക്ലാസ്സിലൊക്കെ പോയിരുന്നു ഉസ്താദ്മാർ അർത്ഥം വെക്കുന്ന സമയത്ത് എന്താ ഈ പറയുന്നത്, ഇത് തിരിയുന്നില്ലല്ലോ. ഇല്ല, ചിലത് നമുക്ക് തിരിയപ്പോഴാണ് വീണ്ടും വീണ്ടും പഠിക്കുകയും അറിയുകയും ഇരിക്കുകയും ചെയ്യുന്ന സമയത്താണ് എന്ത് ചെയ്യുക, തിരിഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിന്റെ ഇൽമ് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആനിന്റെ ഇൽമ് അത് അള്ളാഹു നിശ്ചയിക്കണം. അതൊരു മനുഷ്യന്റെ ജീവിതത്തിലുള്ള തഖ്വ, സൂക്ഷ്മത, ഇബാദത്ത് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ടാണ് കിട്ടുക. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ചെറിയ കുട്ടിയാണ്, നബിതങ്ങളെ എളാപ്പയുടെ മോനെ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മോനെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവാണ് ഇസ്ലാമിക ചരിത്രത്തിലെ സഹാബിമാർക്കിടയിൽ ഏറ്റവും വലിയ ഖുർആനിൽ അവഗാഹമുള്ള പണ്ഡിതൻ എന്ന് കണക്കാക്കപ്പെടുന്നത്. അത്രയും വലിയ അവഗാഹം അദ്ദേഹത്തിന് ഖുർആനിൽ കിട്ടാൻ കാരണം പ്രവാചകന്റെ ഒരു ദുആ ആയിരുന്നു. ഒരിക്കൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി എഴുന്നേറ്റ് കൊണ്ട് ബാത്റൂമിലേക്ക് പോകാൻ വേണ്ടി ടോയ്ലറ്റ് മലമൂത്ര വിസർജനത്തിന് പോകാൻ പോകുന്ന സമയത്ത് അന്ന് ഇബ്നു അബ്ബാസ് കുട്ടിയാണ്. ഇബ്നു അബ്ബാസിനെ സംബന്ധിച്ചിടത്തോളം നബി തങ്ങൾ അളാപ്പയാണ്.
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കുട്ടിയായിരിക്കെ നബിതങ്ങൾക്ക് വെള്ളം എടുത്തു കൊടുത്തു. അപ്പോ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസിനോട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ വഅല്ലിംഹുൽ ഖുർആൻ. അല്ലാഹുവേ, നീ ഇവന് ദീനിൽ ഗ്രാഹ്യം കൊടുക്കണേ, ഖുർആനിന്റെ അറിവ് കൊടുക്കണേ. ആ ഒരു ദുആ ആയിരുന്നു. എളാപ്പക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്ത സമയത്ത് നബിതങ്ങൾ ദുആ ചെയ്തു. ആ ദുആ ആയിരുന്നു ആ കുട്ടിയുടെ ജീവിതത്തിൽ എത്രത്തോളം ഖുർആനിൽ അവഗാഹം ഉണ്ടായ കാരണം. ഖുർആനിൽ നമുക്ക് ഗ്രാഹ്യം ഉണ്ടാകുക, പഠനം ഉണ്ടാകുക, അതെല്ലാം നമ്മുടെ ദുആയിൽ കൂടി ഉണ്ടാവേണ്ടതാണ്. ഖൈർ. ഇൻഷാ അല്ലാഹ് നമ്മൾ സൂറത്തുൽ ഇസ്രായിൽ നമ്മൾ സൂറത്തുൽ ഇസ്രായിന്റെ പടക്കം പൊട്ടിക്കണം. നമ്മള് സൂറത്തുൽ ഇസ്രായിലെ 90 മുതലാണ് ഓതിയത്. വഖാലു, മക്കയിലെ മുശ്രിക്കുകളായിട്ടുള്ള ആളുകൾ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിനെ, ഖുർആനെ സ്വീകരിക്കാതിരിക്കാൻ പല ഒഴിവ് കഴിവുകളും പറഞ്ഞിട്ടുണ്ട്. അവരാദ്യമൊക്കെ പ്രകോപിപ്പിച്ചു, പേടിപ്പിച്ചു, അടിക്കും ഇടിക്കും കൊല്ലും എന്നൊക്കെ പറഞ്ഞു. പിന്നെ പ്രലോഭിച്ചു, പൈസ തരാം, പെണ്ണിനെ തരാം, മക്കയിൽ അധികാരം തരാം. ഇതെല്ലാം കേട്ട സമയത്ത് നബിതങ്ങൾ പറഞ്ഞത്, നിങ്ങൾ എൻ്റെ വലത് കൈയിൽ സൂര്യനെയും ഇടത് കൈയിൽ ചന്ദ്രനെ വെച്ച് നൽകിയാലും ഞാൻ ഈ നിർത്തൂല. മക്കയുടെ അധികാരത്തിന്റെ പകുതിയോ മുഴുവനും നിങ്ങൾ എനിക്ക് നൽകിയാലും ഞാൻ ഈ പണി നിർത്തൂല. മക്കയിൽ ഏറ്റവും സുന്ദരിയായ ഒരു സ്ത്രീയെ നിങ്ങൾ എനിക്ക് വിവാഹം ചെയ്ത് നൽകിയാലും ഞാൻ നിർത്തൂല. അപ്പൊ നബിതങ്ങളുടെ ഈ ഉറച്ച തീരുമാനം കണ്ട സമയത്ത് അവര് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ലൻ നുഅ്മിന ലക, ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാം, പക്ഷെ ചില കണ്ടീഷൻ ഉണ്ട്. എന്താ? ഹത്താ തഫ്ജുറ ലനാ മിനൽ അർളി യംബുഅ. മക്ക ഒരു തരിശായ ഭൂമിയാണ് അല്ലേ? ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോയ സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, മദീനയിൽ കുറെ തോട്ടങ്ങളും ഈത്തപ്പന മരങ്ങളൊക്കെ കാണും, പക്ഷെ മക്കയിൽ മൊത്തം മലയും കുന്നും മാത്രമേ ഉണ്ടാവും. അപ്പൊ ഈ മക്കയിൽ നീ എന്ത് ചെയ്യണം? ഒരു ഉറവയുണ്ടാക്കണം, നല്ല അരുവികളും പുഴകളൊക്കെ മക്കയിൽ കൂടി ഉണ്ടാക്കണം. അങ്ങനെയെങ്കിൽ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാം. ഔ തകൂന ലക ജന്നത്തുൻ മിൻ നഖീലിൻ വഅനബിൻ ഫതുഫജ്ജിറൽ അൻഹാറ ഖിലാലഹാ തഫ്ജീറ. ഞങ്ങൾ മക്കക്കാരായിട്ടുള്ള ആളുകൾക്ക് തായിഫിലും നജിദിലും മദീനയിലൊക്കെ തോട്ടങ്ങളുണ്ട്, പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ തോട്ടമില്ല. അപ്പൊ ഞങ്ങളുടെ നാട്ടിൽ ഈ മക്കത്ത് എന്ത് ചെയ്യണം? ഈത്തപ്പഴത്തിന്റെയും മുന്തിരിയുടെയും തോട്ടങ്ങൾ, അതിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ അരുവികളൊക്കെ ഒഴുകുന്നു. അങ്ങനെയൊക്കെയുള്ള സെറ്റപ്പ് ഞങ്ങൾക്ക് ആക്കി തന്നെ ഞങ്ങൾ വിശ്വസിക്കാം. ഔ തുസ്ഖിത സമ, ഇത് നബിതങ്ങൾ കളിയാക്കുകയാണ്, പരിഹസിക്കുകയാണ്. ഒരു വേള അഥവാ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പേരിൽ കുറച്ച് തോട്ടൊക്കെ കിട്ടാനെന്നുള്ള പൂതി കൊണ്ട് ചോദിക്കുക. വീണ്ടും പറഞ്ഞു, ഔ തുസ്ഖിത സമ കമാ സഅംത അലൈനാ, അല്ലെങ്കിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നീ പറയാറില്ലേ, ആകാശത്ത് നിന്ന് ആകാശം ഇടിഞ്ഞ് താഴെ വീഴും, ഖിയാമത്ത് സംഭവിക്കും, സൂര്യൻ തകർന്ന് താഴെ വീഴും, നക്ഷത്രങ്ങൾ കുതിർന്നു വീഴുന്നൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ കാണിച്ച. ഔ തുസ്ഖിത സമ കമാ സഅംത കിസഫൻ ഔ തഅതിയ ബില്ലാഹി വൽ മലായികത്തി ഖബീല, ആകാശം ഒന്ന് പൊട്ടിച്ചിട്ട് താഴെ വീഴ്ത്ത്, അല്ലെ ഒരു മേഘത്തിന്റെ പൊട്ടിച്ചിട്ട് താഴെ വീഴ്ത്ത്. അതല്ലെങ്കിൽ നീ പറയുന്ന അള്ളാഹു മലക്കുകളൊക്കെ ഉണ്ടല്ലോ, ഓരോന്ന് കൊണ്ടുവന്ന് നമുക്കൊന്ന് കാണിച്ച്. തീർന്നില്ല. ഔ യകൂനലക ബൈത്തും മിൻ സുഖറുഫിൻ, അല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഈ തോട്ടവും വേണ്ട, ഈ പറമ്പും വേണ്ട, അരുവികളൊന്നും വേണ്ട, നിനക്കൊരു വീട് ഉണ്ടാവണമെന്ന് നീ അള്ളാഹുവിനോട് ദുആ ചെയ്യ്. എങ്ങനെയുള്ള വീടാ? സുഖറുഫ്, സ്വർണത്തിനാലുള്ള വീട്. കാരണം ഇവർ കാണുന്നത് എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ദാരിദ്ര്യത്തിലാണ് ജീവിക്കുന്നത്. പ്രവാചകന്റെ ഫാമിലി വലിയ സമ്പന്നരായിരുന്നു, അബ്ദുൽ മുത്തലിബ് ഒക്കെ വലിയ സമ്പന്നരായിരുന്നു. പക്ഷേ മസ്ജിദുൽ ഹറമിന്റെ കാബയുടെ പരിപാലനത്തിന് വേണ്ടി ആ കുടുംബം, ഹാഷിം കുടുംബം, അവരുടെ സമ്പത്ത് ഒരുപാട് ചെലവഴിച്ചു. അബ്ദുള്ള വഫാത്തായി, നബിതങ്ങൾ യതീമായി. അബൂ താലിബ് പഴയ കാലത്തൊക്കെ വലിയ സമ്പന്നനായിരുന്നു, പക്ഷെ അബൂ താലിബിന്റെ സമ്പത്ത് മെല്ലെ മെല്ലെ തീർന്നു. പിന്നെ ദാരിദ്ര്യത്തിലാണ് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ ജീവിച്ചത്. അപ്പൊ പ്രവാചകനെ കളിയാക്കിയിട്ട് പറയാണ്, നീ ഇങ്ങനെ ഒരു നബിയാണെങ്കിൽ ഇങ്ങനെ ദാരിദ്ര്യത്തിൽ ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, നീ അള്ളാഹുവോട് ദുആ ചെയ്യ്, ഏറ്റവും സ്വർണത്തിനാലുള്ള വീട് നിനക്കുണ്ടാക്കും. ഔ തർക്കാ ഫിസ് സമാഇ വലൻ നുഅ്മിന ലിറുഖീക ഹത്താ തുനസ്സില അലൈനാ കിതാബൻ നഖറഉ, അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കാം, നീ ആകാശത്തിലേക്ക് ഇങ്ങനെ ഉയർന്നിട്ട് എന്ത് ചെയ്യണം? അവിടെ പോയിട്ട് ഒരു ഗ്രന്ഥമായിട്ട് വരണം, ഒരു എഴുത്തുമായിട്ട് വരണം. ആ എഴുത്തിൽ എഴുതിയിട്ടിരിക്കണം എന്ത്? ഞാൻ അള്ളാഹുവിന്റെ നബിയാണ് എന്ന് എഴുതിയിരിക്കണം. അങ്ങനെ പോയിട്ട് എന്ത് ചെയ്ത് ഒരു കിതാബ് പോയിട്ട് വാ. ഇത് ഒരു മലക്ക് വന്ന് പറയുന്നുണ്ട് എന്ന് പറയുന്നില്ല, ഞങ്ങളിത് കാണുന്നൊന്നുമില്ലല്ലോ. അതുകൊണ്ട് മലക്ക് വരണ്ട, നീ ആകാശത്തിലേക്ക് ഞങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഉയരും. ഇതൊക്കെ കേട്ട സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഖുൽ സുബ്ഹാന റബ്ബി ഹൽ കുൻതു ഇല്ലാ ബശറൻ റസൂല. നബിയെ അവരോട് പറഞ്ഞു കൊടുക്കുക, സുബ്ഹാന റബ്ബി,
എൻ്റെ റബ്ബ് എത്രയോ പരിശുദ്ധനാണ്. ഹൽ കുന്തു ഇല്ലാ ബശറ റസൂല, ഞാൻ അള്ളാഹു നിയോഗിച്ച ഒരു പ്രവാചകൻ, ഒരു റസൂല് മാത്രമാണല്ലോ. അതല്ലാതെ നിങ്ങൾ പറയുന്ന ഈ മായാജാലങ്ങളൊക്കെ കാണിക്കുന്ന ഒരു മാന്ത്രികനല്ല ഞാൻ. നിങ്ങൾ പറയുന്ന രീതിയിൽ ഒറ്റടിക്ക് തോട്ടങ്ങളും പറമ്പുകളും ഒക്കെ ഇങ്ങനെ കൊടുക്കുന്ന ഒരു ജാലവിദ്യക്കാരനൊന്നല്ല. ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ്. ഈ ആയത്തുകളൊക്കെ മക്കയിലെ മുസ്ലിങ്ങൾ അങ്ങനെയായിരുന്നു, അവരങ്ങനെ ആയിരുന്നു എന്ന് പറയാൻ വേണ്ടിയല്ല നമ്മൾ പഠിക്കേണ്ടത്, കേൾക്കേണ്ടത്. ഇന്നത്തെ കാലത്തും ഇത് തന്നെയാണ് അവസ്ഥ. ഇന്നത്തെ കാലത്തും ഇത് തന്നെയാണ്. അവിശ്വാസികളുടെ, നിരീശ്വരവാദികളുടെ, ഇസ്ലാമിനെ പരിഹസിക്കുന്നവരുടെ, കളിയാക്കുന്നവരുടെ എല്ലാം അവസ്ഥ അങ്ങനെയാണ്. ഇപ്പം നിരീശ്വരവാദിയായ ആളുകളോട്, അല്ലെങ്കിൽ ഇസ്ലാം ഉപേക്ഷിച്ചു പോയ ആളുകൾ, അവർ ഇസ്ലാമിനെ പറ്റി പറയുന്ന പരാതികൾ അതെല്ലാം പരിശോധിച്ച് നോക്കിയാൽ ഇപ്രകാരം രീതിയിലുള്ളതാണ്. ഇവരെന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് കണ്ണുകൾ കൊണ്ട് കാണണം, ഇങ്ങനെ ആകാശം പൊട്ടി വീഴുന്നത് കാണണം. നീ ആകാശത്തിലേക്ക് ഉയർന്നു പോകുന്നത് ഞങ്ങൾക്ക് കണ്ണുകൾ കൊണ്ട് കാണണം. അത് തന്നെയാണല്ലോ ഇക്കാലഘട്ടത്തിൽ ഇവരൊക്കെ പറയുന്നത്, നിരീശ്വരവാദികളൊക്കെ പറയുന്നത്. അള്ളാഹു ഉണ്ടോ? എന്നാ അള്ളാഹുവിനൊന്ന് കാണിക്കും. മലക്കുകളുണ്ടോ? എന്നാ മലക്കിനൊന്ന് കാണിക്കും. സ്വർഗ നരകമുണ്ടോ? ആ സ്വർഗ നരകങ്ങളൊന്ന് കാണിക്കും. ഞങ്ങൾ കണ്ണുകൾ കൊണ്ട് കണ്ടാൽ മാത്രമേ വിശ്വസിക്കൂ എന്ന് പറയുന്ന ആ വസ്തുത. ഇത് എല്ലാ മേഖലയിലുണ്ട്. തങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് നിഷേധിക്കുക. എന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യരുത്? വിശ്വസിക്കുക. എന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അപ്പം അത് ഒരു തരത്തിലുള്ള കുഫറാണ്. ഇപ്പോ കഴിഞ്ഞ റമളാനിൽ ഒരു അനുഭവം ഉണ്ടായത്, ഒരു ഹദീസ് ക്ലാസ് എടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസിദ്ധമായ ഒരു നമസ്കാരമില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തഹജ്ജുദ് നമസ്കരിക്കാൻ വേണ്ടി നിന്നു. സൂറത്തുൽ ബഖറ പാരായണം ചെയ്തു, സൂറത്തു ആൽ ഇംറാൻ പാരായണം ചെയ്തു, സൂറത്തുൽ നിസാ പാരായണം ചെയ്തു. ഈ 3 സൂറത്തുകളാകുമ്പോൾ ഏകദേശം 5 ജുസോളം വരും. 5 ജുസ്. അപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരാൾ വന്നിട്ട് ചോദിച്ചു, അതെങ്ങനെ ശരിയായോ? അത്ര സമയമൊക്കെ രാത്രി ഒരാൾക്ക് നിസ്കരിക്കാൻ പറ്റുമോ? അതിനൊക്കെയുള്ള സമയമുണ്ടോ? ആ ഹദീസിൽ തന്നെയുണ്ട്, ഏകദേശം 5 ജുസാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് നിസ്കരിച്ചത്. അതേ അളവിൽ തന്നെ നബി സുജൂദും റുക്കൂയും ആ നമസ്കാരത്തിൽ നിർവഹിക്കുന്നുണ്ട്. നബി സമയത്ത് രാത്രി നമസ്കാരം വളരെ ദീർഘിപ്പിച്ച് നമസ്കരിക്കും, ചിലപ്പോൾ ചുരുക്കി നമസ്കരിക്കാറുണ്ട്. ഈ ഹദീസ് ദീർഘമായി നിസ്കരിച്ച ഒരു തഹജ്ജുദ് നിസ്കാരത്തെ പറ്റിയാണ്. അപ്പൊ അങ്ങനെ നിസ്കരിക്കണമെങ്കിൽ 4 മണിക്കൂറൊക്കെ വേണ്ടേ, 4-5 മണിക്കൂറൊക്കെ അങ്ങനെ ഒരാൾക്ക് നിസ്കരിക്കാൻ പറ്റുക. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നിരീശ്വരവാദ സ്വഭാവമാണ്, ഒരു അവിശ്വാസത്തിന്റെ സ്വഭാവമാണ്. എന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ഉൾക്കൊള്ളില്ല. ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞത്, ഇരിക്കൂറുകാരനാണ്, എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് കാട്ടാമ്പള്ളി വരെ പോയാല് അവിടെ പള്ളിയിൽ ഇത്തിക്കാഫിരിക്കുന്ന ആൾക്കാരുണ്ട്. അവിടെ രാത്രി തറാവിഹില് 1 ജുസ് ഓതും, തറാവി നമസ്കാരത്തിൽ. അത് ഏകദേശം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചു വന്നതിന് ശേഷം 11:30 മണിയാകുമ്പോൾ അടുത്ത നിസ്കാരം തുടങ്ങും. ആ നിസ്കാരത്തിൽ 3 ജുസ് ഓതുക. 3 ജുസ് 10 ദിവസം കൊണ്ട് ഒരു ഖത്തം പൂർത്തിയാക്കുന്നത്. അപ്പൊ 11:30 ആരംഭിക്കുന്ന ആ നിസ്കാരം ഏകദേശം 12:30, 1:30, 2 മണിയാകുന്ന സമയത്താണ് തീരുക. അതിനുശേഷം 3:30 അല്ലെങ്കിൽ 4 മണിക്ക് സാധാരണ എല്ലാവരും പങ്കെടുക്കുന്ന ഖിയാമുൽ ലൈൽ നിസ്കാരം ഉണ്ട്. അവിടെ ഒരു ജുസാണ് ഓതുക, അതിൽ 1 ജുസ് ഓതുക. അപ്പൊ ഇക്കാലഘട്ടത്തിൽ തന്നെ റമളാനിന്റെ രാത്രികളിൽ 4 ജുസ് ഓതി നിസ്കരിക്കുന്ന ആൾക്കാർ നമ്മുടെ കണ്ണൂർ പോലും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ഇത്രയും വലിയ ഇബാദത്തിന് അർഹരായ സഹാബികളും നബിതങ്ങളും 5 ജുസ് ഓതി നമസ്കരിച്ചു എന്നുള്ളതിൽ എന്ത് അത്ഭുതമുള്ളത്? നമ്മളെ റമളാനിൽ നമ്മുടെ പള്ളിയിൽ ഈ രീതിയിലാണ് നിസ്കാരത്തിന് തട്ടുക. അപ്പൊ ഇതങ്ങനെയാണ്. എനിക്ക് ബുദ്ധിക്ക് യോജിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കില്ല. ഇത് മക്കയിലെ മുശ്രിക്കുകളുടെ സ്വഭാവമാണ്. ഇതേ സ്വഭാവം തന്നെ ഫിർഔനുണ്ടായിരുന്നു. ഫിർഔൻ മൂസ അലൈഹി ഇസ്ലാമിനോട് ആവശ്യപ്പെട്ടത്,
എനിക്ക് നീ ഒരു വലിയ ഗോപുരം, ഒരു വലിയ ഏണി പണിതുക. എങ്ങനെയുള്ള ഗോപുരമായിരിക്കണം, ഏണിയായിരിക്കണം. ആ ഏണിയിൽ കയറി കയറി പോയിട്ട് നീ പറയുന്ന സ്വർഗവും നരകമൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് കണ്ണുകൾ കൊണ്ട് കാണും. എന്നാ ഞാൻ വിശ്വസിക്കാം. അങ്ങനെ വിശ്വസിക്കാം. അപ്പൊ അൽഹംദുലില്ലാഹ്. തുടർന്ന് അല്ലാഹു പറയുന്നു, വമാ മനഅന്നാസ അയ്യുമിനു ഇദ് ജാഅഹുൽ ഹുദാ ഇല്ലാ അൻ ഖാലു അബ്അസല്ലാഹു ബശറൻ റസൂല. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ നബുവത്തായി പോയ സമയത്ത് മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞ വേറൊരു കാര്യം, അള്ളാഹു അങ്ങനെ ഒരു പ്രവാചകനെ അയക്കുന്നുണ്ടെങ്കിൽ ഒരു മലക്കിനെ അയക്കണ്ടേ, മനുഷ്യനെയാണോ അയക്കുക എന്ന് ചോദിച്ചു. അബ്അസല്ലാഹു മലക്കൻ റസൂൽ, അള്ളാഹു ഒരു മലക്കിനെ അയച്ചാൽ പോരെ. അതിന് മറുപടി അള്ളാഹു പറയാണ്, കുല്ലു കാന ഫിൽ അർളി മലായികത്തു യംശൂന മുത്മഇന്നീന ലനസ്സൽന അലൈഹിം മിനസ് സമാഇ മലക്കൻ റസൂല. ഭൂമിയിൽ ജീവിക്കുന്നത് മലായിക്കത്തുകളായിരുന്നെങ്കിൽ അവർക്ക് പ്രവാചകനായി മലക്കുകളെ ഞാൻ അയക്കുമായിരുന്നു. ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യനാണ്, മനുഷ്യന്മാർക്ക് പ്രവാചകനായിട്ട് മനുഷ്യനെ തന്നെ അയക്കണം. ഇതൊക്കെ വളരെ ഒരിക്കലും വിദണ്ഡമായ വാദങ്ങളാണ്. ഇപ്പോ ഇസ്ലാമിക് ഫെമിനിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗക്കാരുണ്ട്. അവർ മുസ്ലിമീങ്ങളാണ്. പക്ഷെ അവർക്കുള്ള വലിയൊരു വിമർശനമാണ്, അള്ളാഹു എന്തുകൊണ്ട് സ്ത്രീകളെ നബിമാരെ അയച്ചില്ല? വിശ്വസിക്കാതിരിക്കാൻ. ഞാൻ അള്ളാഹുവിനെ വിശ്വസിക്കൂല. അള്ളാഹുവിനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഒരാള് അയാളുടെ റബ്ബിൽ വിശ്വസിക്കലല്ലേ. അയാളെ സൃഷ്ടിച്ച അള്ളാഹുവിൽ, അയാളെ സൃഷ്ടിച്ച സംരക്ഷിക്കുന്ന റബ്ബിൽ വിശ്വസിക്കലല്ലേ. ആ റബ്ബിൽ വിശ്വസിക്കാതിരിക്കാൻ ആവശ്യമില്ലാത്ത ന്യായങ്ങൾ പറയാം. അതിൽ തന്നെയാണ് അള്ളാഹ് എന്തുകൊണ്ട് സ്ത്രീകളെ അയച്ചില്ല. പിന്നെ വേറെ ഖുർആനിൽ പലപ്പോഴും അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് പുരുഷർക്ക് ഉപയോഗിച്ച് സംസാരിക്കുക. ഉദാഹരണത്തിന് ദീനിനെ കളവാക്കുന്നവനെ നീ കണ്ടോ? അത് അറബി ഭാഷാ നിയമപ്രകാരം പുരുഷലിംഗം ഉപയോഗിച്ചാണ് സംസാരിക്കുക. അപ്പോൾ ഈ വർഷം എന്തുകൊണ്ട് സ്ത്രീകളെ സംസാരിച്ചില്ല? അത് പൊതുവാക്കി പറഞ്ഞാണ്. മറ്റൊന്നാണ്, നാളെ സ്വർഗത്തിൽ ഹൂറുലീങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു, മനോഹരികളായ തരുണിമണികൾ. അപ്പോൾ ഒരു വിമർശനം, അങ്ങനെയാണെങ്കിൽ പെണ്ണുങ്ങൾക്ക് സ്വർഗത്തിലെത്തിയാൽ അവിടെ നല്ല മുസൽമാന്മാരായിട്ടുള്ള പുരുഷന്മാരുണ്ട് എന്നത് ഖുർആനിൽ പറയാത്തത്. ഇതൊക്കെ വളരെ ആവശ്യമില്ലാത്ത വാദങ്ങളാണ്. അതെല്ലാം അള്ളാഹുവിന്റെ അറിവിലും നിശ്ചയത്തിലൊക്കെ ഉണ്ടാവും. ഇതെല്ലാം വിശദാക്കി പറയേണ്ട ആവശ്യമില്ലല്ലോ. കാര്യങ്ങൾ പറയുമ്പോൾ പൊതുവാക്കിയല്ല പറയുക. അതിൽ തന്നെ രസകരമായ കാര്യമാണ്, അള്ളാഹുവെ പറ്റി പറയുമ്പോൾ ഖുർആൻ ഉപയോഗിക്കുന്ന എല്ലാം പുരുഷനും കാണും. കുൽ ഹു അല്ലാഹു അഹദ്, അള്ളാഹു ഏകനാണ്. ഹുവ എന്ന് പറഞ്ഞാൽ അവൻ, ഹി എന്ന് പറയാനാണ് ഹുവ ഉപയോഗിക്കുക. അതേസമയത്ത് ഷി, അവൾ എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഹിയ എന്നാണ്. അപ്പൊ ചില ആൾക്കാരുടെ വിമർശനം, ഈ കൂടിയ ഫെമിനിസ്റ്റ് ബോധം കൂടിയിട്ട് പറയാം, അതെന്ത് ഹി അല്ലാഹു അഹദ്, അള്ളാഹുവിനെ പറ്റി പറയുന്ന സമയത്ത് എന്താ സ്ത്രീലിംഗം ഉപയോഗിക്കാത്തത്? ഹിയ എന്ന് ഉപയോഗിക്കുക, ഷി എന്ന് ഉപയോഗിക്കാത്ത എന്താ? അതൊക്കെ ആവശ്യമില്ലാത്ത വാദങ്ങളാണ്. അതുപോലുള്ള ഇത് പറഞ്ഞത് മക്കത്തെ മുസ്ലിങ്ങളുടെ സ്വഭാവമാണ്. ഇതൊക്കെ കാണിക്കാൻ വരുന്നതാണ്. അല്ലാഹു പറയുന്നു, ഖുൽ കഫാ ബില്ലാഹി ഷഹീദൻ ബൈനി വബൈനക്കും. അവർ ഇങ്ങനെ ആവശ്യമില്ലാത്ത ന്യായകാരണങ്ങളൊക്കെ ദീൻ വിശ്വസിക്കാതിരിക്കാൻ പറയുന്ന ആളുകൾക്ക് അള്ളാഹു മതിയായവനാണ്. അള്ളാഹു അവരെ പിടികൂടും. ഇന്നഹു കാന ബിഇബാദിഹി ഖബീറൻ ബസീറ. അള്ളാഹു അവന്റെ അടിമകളെ കുറിച്ച് ഖബീർ, നന്നായി അറിയുന്നവനാണ്. ബസീർ, അവരെ അള്ളാഹു നന്നായി കാണുകയും ചെയ്യുന്നുണ്ട്. വമൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദി. അള്ളാഹു ആരെയെങ്കിലും ഹിദായത്തിലാക്കിയാൽ അവൻ ഹിദായത്ത് നേടിയവനായി മാറി. വമൻ യുളിൽ, ഇനി അള്ളാഹു ആരെയെങ്കിലും വൈകേടിലാക്കിയാൽ ഫലൻ തജിദ ലഹും ഔലിയാ മിൻ ദൂനി. അവന് അള്ളാഹു അല്ലാതെ മറ്റാരെയും രക്ഷകനായി കിട്ടൂല. അവൻ രക്ഷപ്പെടുന്ന അള്ളാഹു തന്നെ വേണം. ഒരാൾ വൈകേടിലായി പോയിട്ടുണ്ടെങ്കിൽ, ഒരാൾ അവിശ്വാസത്തിലായി പോയിട്ടുണ്ടെങ്കിൽ അവനെ രക്ഷപ്പെടുത്താൻ അള്ളാഹു തന്നെ വേണം. ഇപ്പം മുസ്ലിമായിട്ട് ജീവിച്ച അവരാണ് ഏറ്റവും വലിയ അത്ഭുതം. മുസ്ലിമായിട്ടാണ് ജനിച്ചത്, പക്ഷെ മരിക്കുന്നത് കാഫിറായിട്ട്. പല രീതിയിൽ കാഫിറാവും. ചില ആൾക്കാർ ഹിന്ദുക്കളാവും, ചില ആൾക്കാർ ക്രിസ്ത്യാനികളാവും, ചില ആൾക്കാർ ക്രിസ്തവരുടെയും ഹൈന്ദവരുടെയും ആരാധനകളിൽ ഏർപ്പെടും. ചില ആൾക്കാർ അള്ളാഹുവോട് ദുആ ചെയ്യുന്നത് പോലെ, അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നത് പോലെ മനുഷ്യന്മാരോട് പ്രാർത്ഥിക്കും, ഔലിയാക്കളോട് പ്രാർത്ഥിക്കും, അവരുടെ മുമ്പിൽ പോയി കുമ്പിടും.
അവരുടെ മുമ്പിൽ പോയി സുജൂദ് ചെയ്യും. ചില ആൾക്കാർ നിരീശ്വരവാദികളായി പോകും. ഇതെല്ലാം ഒരു മനുഷ്യന് ഹിദായത്ത് നഷ്ടപ്പെടലാണ്. ഹിദായത്താണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ നിഅമത്ത്. ഹിദായത്താണ്. ഈ ആയത്തുകൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ട ഒരു സഹാബിയാണ് മഹാനായ ഇക്രിമത്ത് ഇബ്നു അബീ ജഹൽ റളിയല്ലാഹു അൻഹു. കാരണം മക്കയിലെ നബിതങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാണ് അബൂജഹൽ. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നബിതങ്ങളോട് ചോദിക്കാൻ, നബിതങ്ങൾ ഉപദ്രവിക്കാൻ ഏറ്റവും മുമ്പിൽ നിന്ന ആളായിരുന്നു അബൂജഹൽ. അബൂജഹലിന് ഹിദായത്ത് കിട്ടിയിട്ടില്ല. അദ്ദേഹം ബദറിൽ വെച്ച് മരണപ്പെട്ടു. അബൂജഹലിനെ പോലെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഉമയ്യത്ത്, ഉത്ബത്ത്, അങ്ങനെയുള്ള പലരും ബദറിൽ വെച്ച് മരണപ്പെട്ടു. മുഷ്രിക്കുകളാണ്. അവരാണ് പറഞ്ഞത് ലൻ നുഅ്മിന ലക, നബിയെ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുകയില്ല. നീ ഞങ്ങൾക്ക് വെള്ളം പൊട്ടിച്ചു നൽകണം, നീ ഞങ്ങൾക്ക് വീട് നൽകണം, നീ ഞങ്ങൾക്ക് വലിയ തോട്ടങ്ങൾ നൽകണം, ഇതൊക്കെ നൽകിയാൽ മാത്രമാണ് ഞങ്ങൾ വിശ്വസിക്കൂ എന്നൊക്കെ പറഞ്ഞ് നബിതങ്ങളെ പ്രകോപിപ്പിച്ചതും പ്രലോഭിപ്പിച്ചതും. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം ഈ അബൂജഹലിന്റെ മകനായ ഇക്രീമ ഇസ്ലാം അത് സ്വീകരിച്ചു. അദ്ദേഹം ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ നബിതങ്ങൾ ശത്രുവായിരുന്നു, മുഷ്രിക്കാനായിട്ടാണ് ജീവിച്ചത്. പക്ഷെ ഏറ്റവും ഒടുക്കം നബിതങ്ങളുടെ വഫാത്തിന്റെ ഏറ്റവും അവസാന കാലത്താണ് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുന്നത്. ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം ദീനു വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഒരുപാട് യുദ്ധങ്ങൾ അദ്ദേഹം പങ്കെടുത്തു, ഒരുപാട് നന്മകൾ അദ്ദേഹം ചെയ്തു. മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹു അദ്ദേഹം സത്യം ചെയ്യുക, നമ്മൾ വല്ലാഹി എന്ന് പറഞ്ഞിട്ടില്ല, സത്യം ചെയ്യുക. അദ്ദേഹം സത്യം ചെയ്യുക, വല്ലദി അൻജാനി മിൻ മഅറകതി ബദർ, വല്ലദി അൻജാനി യൗമ ബദർ, ബദറിന്റെ ദിവസം എന്നെ രക്ഷപ്പെടുത്തിയ അള്ളാഹു തന്നെയാണ് സത്യം എന്ന് പറയാൻ കാരണം എന്താ? അഥവാങ്ങാനും ബദറിന്റെ ദിവസം അദ്ദേഹം മുഷ്രിക്കാണ്, അദ്ദേഹം അവിശ്വാസികളുടെ കൂട്ടത്തിലാണ്. അന്നെങ്ങാനും അബൂജഹൽ ഉപ്പ മരണപ്പെട്ട കൂട്ടത്തിൽ അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം മുഷ്രിക്കായിട്ടാണ് മരിക്കുക. പക്ഷെ അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി, അള്ളാഹു അദ്ദേഹത്തിന് ഹിദായത്ത് കൊടുത്തു. വല്ലദി അൻജാനി യൗമ ബദർ, ബദറിന്റെ ദിവസം എന്നെ രക്ഷപ്പെടുത്തി അള്ളാഹു തന്നെയാണ് സത്യം. യർമുക്ക് യുദ്ധത്തിൽ വെച്ചാണ് മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. യർമുക്ക് യുദ്ധം മുസ്ലിമുകളും റോമക്കാരും തമ്മിൽ നടന്ന യുദ്ധമാണ്. ആ യുദ്ധത്തിൽ മുസ്ലിമുകൾക്ക് ഒരു പരാജയം സംഭവിക്കുന്ന ഘട്ടം വന്നു. ആ ഘട്ടം വന്ന സമയത്ത് ഇക്രിമ റളിയല്ലാഹു അൻഹു മുസ്ലിമീങ്ങളെ എല്ലാം സംഘടിപ്പിച്ചു. അദ്ദേഹത്തിന്റെ മകനായ അമ്രും കൂടെയുണ്ട്, അദ്ദേഹത്തിന്റെ അളാപ്പയായ അബൂജഹലിന്റെ സഹോദരനായ ഹാരിത്ത് ഇബ്നു ഹിശാം ഉണ്ട്. ഇവരെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ശത്രുക്കളുടെ പാളയത്തിലേക്ക് അദ്ദേഹം കുതിര ഓടിച്ചു പോയി. അവസാനം ആ യുദ്ധത്തിൽ അദ്ദേഹം ഷഹീദായി വീണു. ശരീരത്തിൽ മുഴുവൻ മുറിവുകളായിരുന്നു. ഇമാം ദഹബി റഹ്മഹുല്ലാഹ് പറയുന്നുണ്ട്, ശരീരത്തിൽ മുഴുവൻ മുറിവുകളായിരുന്നു. അവസാനം ഇക്രീമ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള സഹാബികളുടെ ആ ഒരു ജിഹാദിക ആവേശം കാരണം, ധീരത കാരണമായിട്ട് റോമക്കാർക്കെതിരെയുള്ള ആ യുദ്ധം വിജയിച്ചു. ആ യുദ്ധത്തെ തുടർന്നാണ് സിറിയ, ജോർദാൻ പോലുള്ള രാജ്യങ്ങളെല്ലാം ഇസ്ലാമിന്റെ കീഴിൽ വന്നത്. അപ്പൊ ആ യുദ്ധത്തിന്റെ സർവ്വസൈനാധിപനായ ഖാലിദ് വലീദ് റളിയല്ലാഹു അൻഹു മുറിവ് ബാധിച്ചുകൊണ്ട്, മുറിവേറ്റിട്ട് മരണക്കിടക്കയിൽ കിടക്കുന്ന ഇക്രിമ റളിയല്ലാഹു അൻഹുവിന്റെ തലയെ ഖാലിദ് റളിയല്ലാഹു അൻഹു മടിയിൽ കിടത്തി. അദ്ദേഹത്തിന്റെ മകന് മുറിവേറ്റിരുന്നു, സക്രാത്തിലാണ്. ഇക്രിമ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അമ്ർ, ആ അമ്രിനെ ഖാലിദ് റളിയല്ലാഹു അൻഹു തണ്ടൻകാലിൽ കിടത്തി. ആ സമയത്ത് ഇക്രിമ റളിയല്ലാഹു അൻഹു ഖാലിദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഞാൻ മുഷ്രിക്കായിരുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വല്ലാതെ ഞാൻ അതൃപ്തിപ്പെടുത്തിയിട്ടുണ്ട്, വിഷമിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് അള്ളാഹു എനിക്ക് ഹിദായത്ത് നൽകി. ഇന്ന് ഞാൻ ഷഹീദായി മരിക്കാൻ പോവുകയാണ്. എൻ്റെ റസൂലിന് തൃപ്തിയാവൂലേ, എൻ്റെ റസൂലിന് സന്തോഷമാവൂലേ? അതാണ് അള്ളാഹു ഹിദായത്ത് കൊടുക്കാന്ന് പറഞ്ഞത്. അത്ര മോശപ്പെട്ട വ്യക്തിയായിരുന്നു, അബൂജഹലിന്റെ മോനാണ്. പക്ഷെ അള്ളാഹു ഹിദായത്ത് കൊടുത്തു. അവസാനം ഒടുക്കം ഷഹീദായി മരണപ്പെട്ടു. വനഹ്ശുറുഹും, അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, മുഴുവൻ കാലവും മുസ്ലിമായി സഹാബിയായി ജീവിച്ച് അവസാനം ഷിർക്കിന്റെ മരണം വരിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽപ്പെട്ട ഒരാളായിരുന്നു ഒരു യുദ്ധത്തിൽ ഒരു സഹാബി നല്ല ധീരതയോടുകൂടി പോരാടുന്നു. സഹാബാക്കളൊക്കെ ആ സഹാബിയുടെ ധീരത കണ്ടിട്ട് ഭയങ്കര അത്ഭുതപ്പെട്ടു. നബിതങ്ങളോട് പറഞ്ഞു, യാ റസൂലുള്ളാഹി, അയാളെ കണ്ടില്ല, അയാൾ നല്ല ധീരനാണ്, ആ സഹാബി നന്നായി പൊരുതുന്നു. നബിതങ്ങൾ സല്ലല്ലാഹു ആ സഹാബാക്കളൊക്കെ പറയാൻ തുടങ്ങി, അയാൾ സ്വർഗവാസിയാണ് എന്നൊക്കെ പറയാൻ തുടങ്ങി. നബിതങ്ങൾ പറയും, അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്. അയാളുടെ മനസ്സിനുള്ളിലുള്ളത് എന്താണ് നമുക്കറിയില്ല. അയാളുടെ മനസ്സിനകത്ത് ഈമാനില്ലായിരുന്നു, ഇഖ്ലാസ് ഇല്ലായിരുന്നു. അള്ളാഹുവിന് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നെന്നുള്ള ഈമാനില്ലായിരുന്നു. ഒടുക്കം എന്ത് സംഭവിച്ചു? ആ യുദ്ധത്തിൽ വെച്ച് ആ ധീരനായി നന്നായി പൊരുതുന്ന അയാൾക്കൊരു മുറിവേറ്റ സമയത്ത് ആ മുറിവ് അദ്ദേഹത്തിന് സഹിക്കാൻ സാധിച്ചില്ല. അദ്ദേഹം യുദ്ധക്കളത്തിൽ വെച്ച് തൻ്റെ ശരീരത്തിലേക്ക് കത്തി കുത്തി ഇറക്കിയിട്ട് ആത്മഹത്യ ചെയ്തു.
ആത്മഹത്യ. അപ്പൊ ഒരാൾ സഹാബിയായിട്ടാണ് ജീവിച്ചത്, പക്ഷെ മരണപ്പെടുന്നത് വലിയ വൻപാപം ചെയ്തിട്ട് മരണപ്പെടുന്നു, ഹിദായത്ത് നഷ്ടപ്പെടുത്തിയിട്ട് മരണപ്പെടുന്നു. അപ്പൊ ഹിദായത്ത് വലിയ കാര്യമാണ്. നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ദുരവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. വനഹ്ശുറുഹും യൗമൽ ഖിയാമത്തി അലാ വുജൂഹിഹിം അമ്യൻ വബുക്മ വസുമ്മ. അങ്ങനെ ഹിദായത്ത് നഷ്ടപ്പെടുത്തുന്ന ആളുകൾക്ക്, മുഅ്മിനായി ജനിച്ച് പിന്നെ കാഫിറായി മരിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ അവർ ഒരുമിച്ച് കൂട്ടും. ഏത് രീതിയിലാണ്? അലാ വുജൂഹിഹിം, അവരുടെ മുഖത്തിന്റെ മേൽ. മുഖത്തിന്റെ മേൽ എന്ന് പറയാൻ കാരണം നരകത്തിലേക്ക് അവരെ കൊണ്ടുവരിക അവരുടെ മുഖത്തിൽ വലിച്ചേച്ചുകൊണ്ടായിരിക്കും. അന്നവർ ഒമ്യൻ, അന്ധരായിരിക്കും, ബുക്മൻ, സംസാരിക്കാൻ സാധിക്കാത്തവരായിരിക്കും, സുമ്മൻ, ചെവി കേൾക്കാത്തവരായിരിക്കും. ബുക്മ ചെവി കേൾക്കാത്തവരായിരിക്കും, സുമ്മൻ സംസാരിക്കാൻ സാധിക്കാത്തവരായിരിക്കും. വഅവാഹും ജഹന്നം. അങ്ങനെ ഹിദായത്തിനെ നഷ്ടപ്പെടുത്തുന്ന ആളുകളുടെ അഭയസ്ഥാനം ജഹന്നം, നരകമായിരിക്കും. കുല്ലമാ ഖബത് സിദ്നാഹും സഈറ. ആ നരകത്തിലെ തീ കെടുന്ന സമയത്ത് സിദ്നാഹും സഈറ, നാം ആ നരകത്തെ ആളിക്കത്തിച്ചു കൊണ്ടേയിരിക്കും. അടുപ്പ് അങ്ങനെയല്ല, അടുപ്പ് കെട്ടൂല കുറെ നേരം കത്തിക്കഴിഞ്ഞാൽ. ഖുർആൻ പറയാണ്, അള്ളാഹു പറയാണ്, നരകം കെട്ടുപോകുന്ന സന്ദർഭത്തിലെല്ലാം ആ നരകത്തെ ഞാൻ ആളിക്കത്തിക്കും. ഇതാരുടെ വിഷയത്തിലാണ് പറയുന്നത്? ഹിദായത്ത് നഷ്ടപ്പെടുത്തി കളയുന്ന ആളുകളുടെ വിഷയത്തിലാണ് പറയുന്നത്. അപ്പൊ ഹിദായത്ത് വളരെ പ്രധാനമാണ്. അപ്പൊ നമ്മൾ കുട്ടികളെ പഠിക്കാൻ വേണ്ടി ദൂരനാട്ടിലേക്ക് പറഞ്ഞയക്കുന്നു. ആ പറഞ്ഞയക്കുന്ന സമയത്ത് നമ്മൾ പ്രധാനമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, അവരുടെ ഹിദായത്ത് നഷ്ടപ്പെടുമോ എന്ന് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ ഇന്ത്യയിൽ RSSനെ കുറിച്ച്, സംഘപരിവാറിനെ പറ്റി നമ്മൾ പേടിക്കുന്നുണ്ട്. കാരണം എന്താ? അവർ മുസ്ലിമീങ്ങളെ ആക്രമിക്കുന്നു, പീഡിപ്പിക്കുന്നു, മുസ്ലിമീങ്ങളെ തെരുവിൽ കൊല ചെയ്യുന്നു, ഗോമാംസത്തിന്റെ പേര് പറഞ്ഞ് മുസ്ലിമീങ്ങളെ കൊല്ലുന്നു, ഇതൊക്കെ പള്ളികൾ പൊളിക്കുന്നു, ഇതൊക്കെയാണ് അവർക്കെതിരെയുള്ള പരാതി. പക്ഷെ RSSനേക്കാൾ, സംഘപരിവാറിനേക്കാൾ നമ്മൾ ഭയപ്പെടേണ്ടത് മുസ്ലിമീങ്ങളുടെ ഈമാൻ ഇല്ലാതാക്കി കളയാൻ വേണ്ടി ശ്രമിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുണ്ട്, രാഷ്ട്രീയ സംഘടനകളുണ്ട്, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുണ്ട്. അവർ ക്യാമ്പസ് വർക്ക് ചെയ്യുന്നുണ്ട്. മുസ്ലിം പെൺകുട്ടികൾ തട്ടമിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് തീവ്രവാദികളുടെ വസ്ത്രം എന്ന് പറയുന്നു. ഒരാൾ ദീനനുസരിച്ച് ഫോളോ ചെയ്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ അവൻ പയഞ്ചന എന്ന് പറഞ്ഞ് കളിയാക്കുന്നു, പരിഹസിക്കുന്നു, 6ാം നൂറ്റാണ്ടുകാരനെന്ന് പറഞ്ഞ് പരിഹസിക്കുന്നു. അങ്ങനെയുള്ള രാഷ്ട്രീയ പാർട്ടികളും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും നമ്മുടെ കുട്ടികളെയും കുഞ്ഞുങ്ങളെയൊക്കെ നിരീശ്വരവാദികളാക്കാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹിദായത്ത് നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അതിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഗൗരവമായിട്ട് എന്ത് ചെയ്യേണ്ടത്? കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യം മനസ്സിലാക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.